ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു കുഞ്ഞാറ്റാസ് വേൾഡ്. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മൾ സത്യഭാമ, കലാമണ്ഡലം സത്യഭാമ, ഇപ്പോൾ കലാമണ്ഡലം അല്ലാത്ത സത്യഭാമ എന്ന് പറയുന്ന സ്ത്രീയെ പറ്റി വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അതിന് ഒരുപാട് വ്യൂ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു കാര്യം ഞാൻ പറഞ്ഞതിനെ പറ്റി കുറച്ചും കൂടെ ഒരു ഡീറ്റെയിൽഡായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. എന്താണെന്ന് വെച്ചാൽ അതിൽ വന്ന കമൻസിനെ ഉൾപ്പെടെ ആട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ 1-2 കമൻസ് വന്നത് ഞാനിങ്ങനെ ആലോചിച്ച് അതും പറയണം, പിന്നെ ഞാനീ പറഞ്ഞ ആ ഒരു കാര്യത്തിൻ്റെ വേറൊരു സൈഡ് കൂടെ ഞാൻ പറയണമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാണ്. അപ്പോൾ കമൻസിൽ പറയാനുള്ളത്, നിങ്ങൾ രാമകൃഷ്ണനെ, RLV രാമകൃഷ്ണൻ ചേട്ടനെ എന്നേക്കാളും സീനിയറാണ് അദ്ദേഹം. ചേട്ടനെ വെള്ളപൂശാൻ ഇറങ്ങിയിരിക്കുകയാണോ എന്ന് ചോദിച്ചു. എനിക്ക് വ്യക്തിപരമായിട്ട് രാമകൃഷ്ണൻ ചേട്ടനെ ഞങ്ങൾ തമ്മിൽ പരിചയമൊന്നുമില്ല. ആൾ കുറച്ചും കൂടെ ഫെയിമായിട്ടുള്ള ആളായതുകൊണ്ട്, നമ്മുടെ മണിച്ചേട്ടൻ്റെ അനിയനും കൂടി ആയതുകൊണ്ട് നമുക്കൊക്കെ അറിയാം എന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഏതൊരു വ്യക്തിയായാലും, പ്രശസ്തനാവട്ടെ പ്രശസ്തനല്ലാതാവട്ടെ, ആരെങ്കിലും നമ്മളുടെ നിറത്തെയോ ജാതിയെയോ പൈസയെയോ എന്ത് കാര്യത്തിനെ പറ്റിയും മോശമായി നമ്മളെ അനാവശ്യമായിട്ട് പറയേണ്ടി വന്നാൽ നമ്മൾ റിയാക്ട് ചെയ്യും. അല്ലെങ്കിൽ മറ്റൊരാളെ പറയുന്നത് കേട്ടാൽ നമ്മൾ റിയാക്ട് ചെയ്യും. അതാണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ അത് രാമകൃഷ്ണൻ ചേട്ടനെ വെള്ളപൂശാൻ ഇറങ്ങിയേക്കൊന്നല്ല. ആരെങ്കിലും അദ്ദേഹത്തെക്കുറിച്ച് മോശമായി പറഞ്ഞാൽ നമ്മൾ റിയാക്ട് ചെയ്തു, അത്രയേ ഉള്ളൂ. അപ്പോൾ അതിൽ പിന്നെ രാമകൃഷ്ണൻ ചേട്ടൻ എന്ന് ഞാൻ പറഞ്ഞു ഒരു ആവണി എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിൽ നിന്ന് പറഞ്ഞു, രാമകൃഷ്ണൻ ചേട്ടൻ എന്തിനാണ് വിളിക്കുന്നത്, നിങ്ങളെക്കാളും ഇളയതാന്ന്. അപ്പോൾ ഈ ആവണി എന്ന് പറയുന്ന ആളാണോ എന്നെ രാമകൃഷ്ണൻ ചേട്ടൻ്റെ എൻ്റെയൊക്കെ വയസ്സ് നോക്കുന്നത്? മണിച്ചേട്ടനൊക്കെ എന്നെക്കാളും എത്ര വയസ്സിന് മൂത്താന്ന് എനിക്കറിയാം. അദ്ദേഹത്തിൻ്റെ അനിയനായ രാമകൃഷ്ണൻ ചേട്ടനും എത്ര വയസ്സിന് മൂത്താന്ന് എനിക്കറിയാം. ഞങ്ങൾ 85 ബാച്ചാണ്. അപ്പോൾ ആ ഒരു ഏജിനേക്കാൾ എന്തുകൊണ്ടും രാമകൃഷ്ണൻ ചേട്ടൻ മൂത്തതാണ് എന്നറിയാം. 40 പോലും ആവാത്ത എന്നെക്കാളും ഒക്കെ എത്രയോ വയസ്സിന് മൂത്തതാണ് രാമകൃഷ്ണൻ, കലാമണ്ഡലം രാമകൃഷ്ണൻ ചേട്ടൻ. പിന്നെ ആൾ എന്നേക്കാൾ ഇളയതാണ് എന്ന് പറഞ്ഞൊരു കമൻറ്റ്, നിങ്ങൾ എന്തിന് ചേട്ടാന്ന് വിളിക്കുന്നു എന്നും പറഞ്ഞു. അത് വലിയ സീരിയസ് ആയിട്ട് എടുക്കാനൊന്നുമില്ല. പക്ഷേ ആ കമൻറ്റിനാണെങ്കിലും നമ്മൾ മറുപടി കൊടുക്കണ്ടേ? ഞാൻ മനഃപൂർവ്വം എൻ്റെ പ്രായം കുറച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് ചേട്ടാന്ന് വിളിച്ചതൊന്നുമല്ല. എന്നെക്കാളും മൂത്താന്ന് നല്ല ഉറപ്പുണ്ടായിട്ട് തന്നെയാണ് രാമകൃഷ്ണൻ ചേട്ടൻ ഞാൻ വിളിച്ചത് കേട്ടോ. ആവണി എന്ന് പറയുന്ന വ്യക്തി ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചിന്തിക്കുക കേട്ടോ. പിന്നെ നമ്മുടെ മുഖത്ത് നോക്കുമ്പോൾ ചിലപ്പോൾ അദ്ദേഹത്തിന് എനിക്കിപ്പോൾ ഉള്ള പ്രായത്തിനേക്കാളും കുറേ തോന്നിക്കാണുമായിരിക്കാം. നമുക്ക് പ്രായമില്ല എന്നൊന്നും നമ്മൾ പറയില്ല, അല്ലേ? അപ്പോൾ നമുക്ക് നമ്മുടേതായ പ്രായമുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ, പറഞ്ഞു വന്ന വേറൊരു കാര്യമൊന്നുമല്ല. ഇപ്പോൾ സത്യഭാമ എന്ന് പറയുന്ന ഒരു മാഡമെന്നോ അല്ലെങ്കിൽ ആ ഒരു വ്യക്തി മാത്രമല്ലായിരിക്കും ഇതുപോലെയൊക്കെ പറയുന്നത്. അവർ പറയുന്ന കാര്യം പൊതുവെ നടക്കുന്ന കാര്യങ്ങളാണ്. അതായത് അവരൊരു കാര്യം തുറന്നു കാണിച്ചു. അപ്പോൾ അവർ പറയുന്നത് വെളുത്ത കുട്ടികൾക്ക് അംഗീകാരം കിട്ടുന്നില്ല. പിന്നെ അങ്ങനെ പറയുകയല്ലല്ലോ അവർ ചെയ്തത്. അതിനപ്പുറം അവർ പറഞ്ഞ കാര്യം ഒരു സത്യമാണ്. അവരവിടെ റിവീലല്ല, അവരുടെ പുറത്ത് പറഞ്ഞ ഒരു കാര്യം, അവർ മീഡിയയ്ക്ക് മുന്നിൽ പറഞ്ഞ കാര്യം സത്യമായ കാര്യമാണ്. അതായത് ചില കാര്യങ്ങൾ ഒരു കോളമുണ്ട്, സൗന്ദര്യത്തിനൊരു കോളമുണ്ട്, നിറത്തിനൊരു കോളമുണ്ട്. സൗന്ദര്യം എന്നുള്ളത് നിറം കൊണ്ട് മാത്രമാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഒരു നിറമുണ്ടെങ്കിൽ സൗന്ദര്യമുണ്ട്, നിറമില്ലെങ്കിൽ സൗന്ദര്യമില്ല എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറയട്ടെ, കറുത്തായാലും വെളുത്തായാലും ഇപ്പം ഞാൻ പറയുമ്പോൾ നിന്നെ പറ്റിയാണോ പറയുന്നത് എന്ന് ആരെങ്കിലും കാണുന്നവർ വിചാരിക്കും. അല്ലെങ്കിൽ അങ്ങനെയല്ല. ഇപ്പം എനിക്ക് ഭംഗിയുണ്ടെന്ന് ഞാൻ പറയില്ല. ഞാൻ പറഞ്ഞല്ലോ, ഒരിക്കലും ഒരു വ്യക്തിയുടെ പുറമേയുള്ള അട്രാക്ഷനല്ല അയാളുടെ ഭംഗി, അയാളുടെ പെരുമാറ്റവും അയാളുടെ സഹജീവികളോടുള്ള പെരുമാറ്റവും ഒരു കരുണ, മറ്റുള്ളവർക്ക് ഓരോ ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മൾ കാണിക്കുന്ന ആ ഒരു സൽപ്രവർത്തിയൊക്കെയാണ് മനസ്സിൻ്റെ സൗന്ദര്യം. അതിലപ്പുറത്തേക്കൊരു സൗന്ദര്യം ഇല്ല.
അത് ആരും പെട്ടെന്ന് പരിഗണിക്കില്ല. അപ്പോൾ പുറമേ ഉള്ള ഒരു അട്രാക്ഷൻ, ഓൺലി ആൻ അട്രാക്ഷൻ, നോട്ട് സൗന്ദര്യം എന്ന് പറയുന്നതിനേക്കാളും നമുക്ക് നല്ലത് ഓൺലി ആൻ അട്രാക്ഷൻ. ശരിക്കും നല്ല ഭംഗിയുള്ളവരെ കിട്ടും, ചിലവർ കിട്ടും. പക്ഷെ കെട്ടിക്കഴിയുമ്പോഴേക്കും പിന്നെ എന്തെങ്കിലും രീതിയിൽ അവർ തമ്മിൽ പ്രശ്നങ്ങൾ, അഡ്ജസ്റ്റ്മെൻറ്റ്സുകൾ, വഴക്കുകളൊക്കെ വരുമ്പോഴേക്കും പിന്നെ ആ ഒരു ബാഹ്യമായ ഒരു അട്രാക്ഷൻ, ആ ഒരു ഭംഗിക്ക് അവിടെ ഒരു വാല്യൂ ഇല്ല. അവർ തമ്മിലുള്ള മനസ്സിൻ്റെ ഐക്യം, സൗന്ദര്യമൊക്കെ ഒരുപോലെ വന്നാൽ മാത്രമേ അവിടെ ഭംഗി, ആ ഒരു ദാമ്പത്യത്തിനൊരു ഭംഗിയുള്ളൂ. അല്ലെങ്കിൽ വേറെ ഏത് ഫ്രണ്ട്ഷിപ്പിനാലും ഒരു ഭംഗിയുള്ളൂ. അപ്പോൾ സൗന്ദര്യം എന്ന് പറയുന്നത് കറുപ്പും വെളുപ്പും അല്ല സൗന്ദര്യം എന്നറിയാം. അത് അട്രാക്ഷൻ തന്നെയാണ്, ഇല്ലെന്ന് പറയുന്നില്ല, അത് ഒരു ഫാക്റ്റ്. എന്നാലും പിന്നെ ഇപ്പോൾ ജനിക്കുമ്പോൾ തന്നെ വളരെ വളരെ ഇപ്പം നമുക്ക് സാധാരണ രീതിയിലൊരു മുഖം കിട്ടാതെ വളരെ എന്തെങ്കിലും രീതിയിൽ നമ്മൾ പോലും ചെയ്യാത്ത തെറ്റിനാണ് നമ്മളങ്ങനെ ജനിക്കേണ്ടി വന്നിട്ടുണ്ടാവുന്നവരുണ്ട്. നമ്മൾ ഒന്ന് ആലോചിച്ചേ. അപ്പോൾ ചില ജന്മന അസുഖങ്ങളായിട്ട് ജനിക്കുന്നവരുണ്ട്. ജന്മന മുഖമൊക്കെ എന്തെങ്കിലും രീതിയിൽ അവർക്ക് സൗന്ദര്യവും, അവർക്കും ഉണ്ട് സൗന്ദര്യം. ഒരാളിപ്പോൾ കറുപ്പിലോ വെളുപ്പിലോ അല്ല, മുഖഭാവങ്ങൾ ഏത് രീതിയിലിരുന്നാലും എല്ലാവർക്കും ഉണ്ട് ഒരു സൗന്ദര്യം. ആർക്കും സൗന്ദര്യം ഇല്ല എന്ന് പറയാൻ കഴിയില്ല. പിന്നെ മനസ്സുകൾ കൊണ്ട് അടുപ്പം വന്നാൽ അവിടെ ബാഹ്യമായ കറുപ്പിനോ വെളുപ്പിനോ, മുഖം അങ്ങോട്ട് കൂടിയിരിക്കുന്നു ഇങ്ങോട്ട് കൂടിയിരിക്കുന്നുള്ളതിന് ഒരു പ്രാവർത്തികമല്ല അത്. അത് സൗന്ദര്യത്തിന് അതൊരു അടിസ്ഥാനമല്ല. എന്നിരുന്നാലും സോറി കേട്ടോ, ക്ഷീണം കാരണമാണ്. ഒരു വ്യൂ പോയിൻ്റ് അനുസരിച്ച് നമ്മൾ പറയുവാണെങ്കിൽ ഒരാൾ ചിലപ്പോൾ നല്ല വെളുപ്പായിട്ടിരിക്കുന്ന ഒരു വ്യക്തി ഏത് കളർ ഡ്രസ്സ് ഇട്ടാലും ഏത് സൈഡിൽ നിന്ന് നോക്കിയാൽ അവർക്ക് പ്രത്യേക അട്രാക്ഷൻ ഉണ്ടാവും. അവർക്ക് എപ്പോഴും ഭംഗി എന്ന് നമ്മൾ പറയപ്പെടും. ശരിയായിരിക്കാം, പുറമേയുള്ള അട്രാക്ഷനാണ് നമ്മൾ പുറമേയുള്ളൊരു ഭംഗി, അത് പുറമേയുള്ള അട്രാക്ഷൻ തന്നെയാണ് അവിടെ വിലയിരുത്തപ്പെടുന്നത്. പക്ഷേ കറുത്തവരെ കൊള്ളില്ല എന്ന് നമ്മൾ പറയുമോ? അതാണ് ഞാൻ പറയുന്നത്. നമ്മളിപ്പോൾ കറുത്തിരിക്കുന്ന ഒരാളും വെളുത്തിരിക്കുന്ന ആളും കണ്ട ആ വെളുത്ത കുട്ടിയെ നമ്മൾ ചിലപ്പോൾ നേരിട്ട് പറയും കാണാൻ സുന്ദരി, അല്ലെങ്കിൽ ആ കുട്ടിയെ സുന്ദരി. നമുക്ക് നല്ലത് പറയാം, പക്ഷെ മോശം എന്ന് നമ്മളിപ്പോൾ ഒരാൾ കറുത്തിരുന്നത് മോശമാണെന്ന് പറയാൻ നമുക്ക് യോഗ്യതയില്ല. അവരാൽ ചെയ്യുന്ന തെറ്റുകൊണ്ടല്ല അവർ കറുത്ത് പോയത്. അപ്പോൾ ഒരു കാര്യത്തിൽ നല്ലതാക്കി പറഞ്ഞുകൊണ്ട് മറ്റൊരു കാര്യത്തെ മോശമാക്കി പറയാൻ നമുക്ക് അവിടെ വോയിസ് ഇല്ല. അപ്പോൾ നമുക്ക് പറയാം ആ കുട്ടി നല്ലതാണ്, കുറച്ചും കൂടെ ഭംഗിയുണ്ട് കളറുള്ളതുകൊണ്ട്. എന്നാൽ ഇങ്ങനെ തന്നെ ഇരിക്കുക ചെയ്യാതെ തന്നെ കറുത്തൊരു കുട്ടി എന്താ പറയുക, പുറമേയുള്ള ഒരു അട്രാക്ഷൻ, ആ കുട്ടി കറുത്തിരിക്കുന്നതുകൊണ്ട് ആ കളർ ആ കുട്ടിക്ക് ചേർച്ചയുണ്ടാവാം. അപ്പോൾ ആ കുട്ടിക്ക് കറുപ്പിനാൽ തന്നെ അതിന് സൗന്ദര്യം ഉണ്ടാവാം. അപ്പോൾ അവിടെ വെളുപ്പിന് വലിയ പ്രാധാന്യം, ആ കുട്ടിക്ക് വെളുത്തിരുന്നാൽ ചിലപ്പോൾ ആ ഒരു ഭംഗിക്ക് അപ്പം നമുക്ക് കിട്ടുന്ന ഭംഗിനേക്കാളും അത്രയും ഇത് വരില്ല. ആ കുട്ടി കറുത്തിരുന്നാൽ തന്നെയായിരിക്കും കാണാൻ ഭംഗി. അപ്പോൾ ഞാൻ ബാഹ്യമായ കറുപ്പ് അല്ലെങ്കിൽ ഇരുണ്ട നിറത്തിൽ കാണപ്പെടുന്ന ഒരാളാണ്, കറുത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ കറുത്തിരുന്നതുകൊണ്ട് തന്നെ കറുപ്പിനാൽ തന്നെ ചില രീതിയിൽ അണിഞ്ഞ് ഒരുങ്ങി എവിടെയെങ്കിലും പോകുന്നത് എനിക്കിഷ്ടമാണ്. എൻ്റെ കറുപ്പിനോട് ചേരുന്ന ഡ്രസ്സുകൾ. എന്നാൽ ചില സമയത്ത് ചില ഡ്രസ്സുകൾ ഇടുമ്പോൾ, ചില ഒക്കേഷൻ, ചില ഫങ്ഷൻസ് എൻ്റെ മുഖത്തിന് കുറച്ചും കൂടെ നിറം ഉണ്ടായെന്ന് ഞാൻ ആഗ്രഹിക്കും. അതിനുവേണ്ടി ഞാൻ ട്രൈ ചെയ്യുകയും ചെയ്യും. അതെന്ന് പറയണത് അവൾ കറുപ്പിനെ കുറ്റം പറഞ്ഞിട്ട് തേക്കുന്ന വെളുപ്പ് ഇഷ്ടപ്പെട്ട് അങ്ങനെയല്ല വിചാരിക്കേണ്ടത്. നമുക്ക് ചില പ്രത്യേക സിറ്റുവേഷനിൽ നമ്മുടെ മുഖം കുറച്ചും കൂടെ ബ്രൈറ്റായി ഇരുന്നാൽ ഭംഗി ഉണ്ടാകും. കാണുമ്പോൾ ഒരു അട്രാക്ഷൻ്റെ കാര്യം പറഞ്ഞു, അട്രാക്ഷൻ അല്ല, കുറച്ചും കൂടെ ഒരു പുറമേ ഉള്ളൊരു ഭംഗി. അപ്പോൾ ഞാൻ പറയുന്നത് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ എന്നറിയില്ല. അപ്പോൾ നമുക്ക് ഒരാളെ നോക്കുമ്പോൾ അവർ കറുത്തിരുന്ന് കാണുന്നതായിരിക്കും ചിലപ്പോൾ നല്ലത്. എന്നാൽ ചില സമയത്ത് ചിലപ്പോൾ നമ്മൾ ഒരുപാട് വെയിൽ കൊള്ളുമ്പോൾ നമ്മൾ കറുത്തിരുന്നവരാവട്ടെ ഇരുന്നവരാവട്ടെ ഒരു കരിവാളിപ്പ് അങ്ങനത്തെ ഒരു കാര്യം വരും. കരിവാളിപ്പ്, ഒരു മുഖമൊക്കെ വല്ലാണ്ടാവും, അസുഖങ്ങൾ വരെ വരാം. അപ്പോൾ ഇത് വെയിൽ കൊള്ളുന്നത് വളരെ നമ്മുടെ ആ എന്ത് കാര്യത്തിനും ഡിമ്മാക്കും. അപ്പോൾ അത് പോവാൻ വേണ്ടിയും മുഖത്തിന് കുറച്ചും കൂടെ ലൈറ്റനിങ് തോന്നിക്കാൻ വേണ്ടി എന്തെങ്കിലും കാര്യങ്ങൾ തേക്കുകയൊക്കെ ചെയ്യും. എപ്പോഴും ആ ഒരു എന്താ പറയുക, ഒരു ചിലവരുടെ മുഖത്ത്
നമ്മൾ പറയുമ്പോൾ പുറമേയുള്ള അട്രാക്ഷൻ കൂടുതൽ ചിലപ്പോൾ ചില കാര്യങ്ങൾക്ക് വെളുപ്പിനായിരിക്കും. അപ്പോൾ നമ്മുടെ മുഖത്ത് ചില സമയത്ത് അത് ബ്രൈറ്റായി ഇരുന്നാലേ കാണാൻ ബാഹ്യമായ ഭംഗി ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മളത് തേച്ച് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത് അത് വെളുപ്പിക്കാൻ നോക്കും. അല്ലെങ്കിൽ മുഖത്തിന് കുറച്ചും കൂടെ വെളുപ്പിക്കുക എന്നുള്ളതല്ല, മുഖത്ത് കുറച്ചും കൂടെ ഭംഗി വരുത്താൻ നോക്കും. ഞാനൊരു 7ൽ പഠിക്കുന്ന കുട്ടിയുടെ 8ലേക്ക് ആവാൻ പോണു എൻ്റെ മോള്. അപ്പോൾ എന്ന് വെച്ചാലും ഇതെന്താണ് ഇത്രയും വലിയ അമ്മ ഇരുന്നുകൊണ്ട് ഇങ്ങനെ സൗന്ദര്യത്തിൻ്റെ കാര്യങ്ങൾ പറയുന്നതെന്ന്. ഏതൊരു മനുഷ്യനും പറയാനുള്ള ഒരു വോയിസ് ഉണ്ട് സൗന്ദര്യത്തിൻ്റെ കാര്യം. അല്ലെങ്കിൽ സൗന്ദര്യം എന്നല്ല, എന്തൊരു കാര്യത്തെ പറ്റി, ഏത് കെയറിങ്ങോ ബ്യൂട്ടി കെയറോ ഏത് പ്രായത്തിലും സൗന്ദര്യം ഇഷ്ടപ്പെടാൻ, സൗന്ദര്യം ആഗ്രഹിക്കാം. അതിലൊന്നൊരു കാര്യമില്ല, ബാഹ്യമായതായാലും മാനസികമായതായാലും. അപ്പം ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവാണ്. ഇപ്പോൾ കറുപ്പിൽ ആ കറുത്തിരുന്നോണ്ട് ആ ഡ്രസ്സ് ഇടുക, നിൻ്റെ കറുപ്പ് തന്നെയാണ് നിനക്ക് ഭംഗി, നിനക്ക് ആ കറുത്തിരുന്നോണ്ടാണ് കാണാൻ ഭംഗി എന്ന് പറയുന്നവരുണ്ടാവാം. അല്ലെങ്കിൽ ആ വെളുപ്പ് നീ ഇത്തിരി കറുത്ത് പോയല്ലോ, നീ കുറച്ച് കറുത്ത് പോയല്ലോ, നിൻ്റെ ആ വെളുപ്പാണ് നിനക്ക് ഭംഗി. അല്ലെങ്കിൽ ചില ഒക്കേഷനിൽ നീ കുറച്ചും കൂടെ എന്തെങ്കിലുമൊക്കെ തേച്ചൊന്ന് വെളുക്കുക. അത് ഓരോരുത്തരെ കാണാനുള്ള അട്രാക്ഷനിലുള്ള പെർസ്പെക്റ്റീവ് വെച്ചിട്ടാണ് ഓരോരുത്തരെ കറുപ്പ് വെളുപ്പൊക്കെ തീരുമാനിക്കുന്നത്. അത് നമ്മളെല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. എടി നീ കറുത്ത് പോയി, നീ കുറച്ച് തേക്ക്. അല്ലെങ്കിൽ ആ കുട്ടി കറുത്താണെങ്കിൽ കാണാൻ ഭംഗി, കുട്ടിക്ക് എന്ത് കളറാല്ലേ, നല്ല ഭംഗിയുണ്ട്. ഇതൊക്കെ പറയുന്നത് കോമൺ ആണ്. അതൊന്നും പറയുന്നത് അവിടെ ഒരാളെയും താഴ്ത്തി കിട്ടുന്നില്ല. പക്ഷേ സത്യഭാമയെ എന്തുകൊണ്ട് എല്ലാവരും ഇത്രയും പരാമർശിച്ചു, വിമർശിച്ചു എന്നത് അതെന്തുകൊണ്ടാണെന്ന് ചിന്തിക്കുന്നുണ്ടോ? ഇപ്പം നമ്മൾ ആരെങ്കിലും, ഒരാൾ പണക്കാരൻ, ഒരാൾ പാവപ്പെട്ടവൻ, അത് സ്വന്തമായി പൈസ പണിയെടുത്ത് ഉണ്ടാക്കുന്ന പണമാവട്ടെ, കുടുംബപരമായിട്ട് കിട്ടിയ സ്വത്താവട്ടെ, പണക്കാരനും ജാതിയിൽ ഉയർന്നവനും ഒരാൾ പാവപ്പെട്ടവനും ജാതിയിൽ താഴെ പറയുന്നവനുമായിട്ടൊരു വ്യക്തി. അപ്പോൾ പണക്കാരനായ ഒരു വ്യക്തി പറയാണ്, നിനക്ക് കയറിക്കിടക്കാൻ കുടുംബവും ഇല്ല, നീ എന്ത് ദരിദ്രനാ, കഞ്ഞിക്ക് വകയുണ്ടോടാ നിനക്ക്, നീ താഴ്ന്ന ജാതിയല്ലേ എന്ന് പറയുന്നത് ഒരു നല്ല കാര്യമാണോ? അവനവൻ സ്വന്തമായി ജോലി ചെയ്തുണ്ടാക്കിയ പണത്തിൻ്റെ ഹുങ്കി പറഞ്ഞോട്ടെ, അല്ലെങ്കിൽ ജന്മന കിട്ടിയ സ്വത്ത് വെച്ച് പറഞ്ഞോട്ടെ, അല്ലെങ്കിൽ നമ്മൾക്ക് എന്താ പറയുക, നമുക്ക് കിട്ടിയ നമ്മൾ ജനിക്കുന്നത് നമ്മൾ അറിഞ്ഞുകൊണ്ടല്ല. അപ്പോൾ നമ്മൾ ജനിച്ചു വീണപ്പോഴേ ഈ പറയുന്ന ഉന്നത കുലജാതൻ എന്ന് പറയപ്പെട്ട ആ ഒരു ഭാഗങ്ങളിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അതും വെച്ച് അഹങ്കരിക്കുക. അഹങ്കാരത്തിന് ഇവിടെയും വാല്യൂ ഇല്ല. അപ്പം ഞാൻ പണക്കാരനാടാ, നീ എൻ്റെ കൂടെ വന്നിരിക്കണ്ടടാ, നിനക്ക് പൈസയില്ല, നീ ദരിദ്രനാ, കഞ്ഞിക്ക് അഷ്ടിക്ക് വകയില്ല, നീ എൻ്റെ കൂടെ ഇരിക്കണ്ട എന്ന് പറഞ്ഞ് അഹങ്കരിക്കുന്നത് ശരിയാണോ? ഒരിക്കലും അത് ശരിയാണെന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? അതാണ് ഇവിടെ സത്യഭാമ കാണിച്ച വ്യത്യാസം. അപ്പം ഞാൻ കറുത്ത്, അല്ലെങ്കിൽ അത് അവർ പറയേണ്ട രീതി അങ്ങനെയല്ല. അത് മാത്രമാണോ പറഞ്ഞത്? അവർ സത്യം വെളിപ്പെടുത്തി എന്ന് പറയുന്നുണ്ട്. അവരങ്ങനെയാണോ പറഞ്ഞത്? അവർ കുറച്ച് തൊലി വെളുത്തിരിക്കുന്നു, അതിൻ്റെ പുറമെ കുറച്ച് പുട്ടിയടിച്ചിരിക്കുന്നു. ഒരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, അത്യാവശ്യം എഡ്യൂക്കേറ്റഡും ഇത്രയും വർഷം ക്ലാസിക്കൽ ഡാൻസ് പഠിപ്പിക്കുന്നവരുമായ ഒരു ടീച്ചറാണ്, ഒരു അധ്യാപികയാണ് അവർ. അങ്ങനെയുള്ളവരാണ് ഈ പറയുന്ന പോലെ ഈ വളരെ വളരെ ലോ ബഡ്ജറ്റ് വർത്തമാനമായി പോയി അവർ പറഞ്ഞത്. അവർക്ക് പറയാം. അപ്പോൾ അവർ ഒരാളെ വിമർശിക്കുകയാണ്, അതിന് കളറിൻ്റെ കാര്യം വെച്ച് വിമർശിക്കുന്നത് അവർക്ക് ശരിക്കും ഇതിനപ്പുറം കിട്ടണമായിരുന്നു എന്ന് പറയും. മതിയാവോളം കിട്ടി. എന്നാലും അതായത് ഇപ്പോൾ നമുക്ക് അച്ചീവ് ചെയ്തിട്ടുള്ള നേട്ടങ്ങളെ വെച്ച് മറ്റൊരാളെ താഴ്ത്തി, ഇപ്പോൾ കളറ് നേട്ടം തന്നെയായിരിക്കാം, മറ്റൊരാളെ താഴ്ത്തി പറയുന്നിടത്താണ് അവിടെ വില പോകുന്നത്. ഇപ്പോൾ എനിക്ക് പണമുണ്ട്, അല്ലെങ്കിൽ എനിക്ക് നിറമുണ്ട് എന്ന് പറഞ്ഞ് അത് നമുക്ക് ഭംഗിയാണ്, അല്ലെങ്കിൽ നമുക്കത് സന്തോഷമാണ് എന്നുള്ളത് നമ്മുടെ ഉള്ളിൽ വെക്കുക. അല്ലെങ്കിൽ പറയുക, നിനക്ക് കുറച്ചും കൂടെ കളർ നോട്ടമൊക്കെ ഉണ്ട് ഇവിടെ, അതിങ്ങനെയാണ് അങ്ങനെയാണ്, അത് പറയുന്ന രീതി. സത്യഭാമയ്ക്ക് ഇവിടെ മൊത്തം ആൾക്കാരും പൊങ്കാല ഇട്ടത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർ പറയുന്ന രീതി, അവരൊരു വളരെ അഹങ്കാരത്തോടു കൂടി ആ ഒരു കാര്യങ്ങൾ പറയുന്ന രീതിയാണ് അവിടെ എല്ലാവരും. ഒരുപാട് പേര് ഇങ്ങനെ കളറിനെ വേർതിരിച്ച് കാണുന്നവരുണ്ട്. പെണ്ണ് കറുത്തതാണെങ്കിൽ വേണ്ടാന്ന്, ചെക്കൻ ഇഷ്ടപ്പെട്ടാലും പെണ്ണിൻ്റെ ബന്ധുക്കൾക്ക് പെണ്ണ് കറുത്തതാണെങ്കിൽ വേണ്ടാന്ന് പറയുന്നവരുണ്ട്. കൂട്ടാൻ ഇപ്പോൾ ഒരു ക്ലാസ്സിൽ പഠിക്കാൻ ചെന്നു, ഇപ്പോഴും സ്റ്റില്ലും ഒരുപാട് മാറി. അറ്റ്ലീസ്റ്റ് ഒരു 5%, 100-ൽ 5% ഉണ്ട് ഇപ്പോഴും. അവൾ ഇങ്ങനെയാണ്. ഒരു ജോലി സ്ഥലത്ത്, ഇപ്പോഴത്തെ പഠിക്കുന്ന കുട്ടികളുടെ ഇടയിലൊന്നും അത്രയില്ല. ജോലി സ്ഥലത്തൊക്കെ ചെല്ലുമ്പോൾ ഇന്ന ജാതിയാണ്, അല്ലെങ്കിൽ അവൾ കണ്ടാൽ ഉണ്ട് 100-ൽ ഒരാളെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞ പോലെ ഉണ്ട്.
അപ്പം അങ്ങനെ അങ്ങനെ കരുതുന്ന അത് സത്യഭാമ മാത്രമല്ല, എല്ലാവരും ഉണ്ട് അങ്ങനെ. അങ്ങനെ ഒരുപാട് പേരുണ്ട്. ഞാൻ അടുത്തിടെ ഒരു ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവിടെ എൻ്റെ കേൾക്ക് പറഞ്ഞ ഒരു കാര്യമാണ് കേട്ടോ. ഞാനത് ആരാണെന്നൊന്നും ഇവിടെ മെൻഷൻ ചെയ്യുന്നില്ല. എൻ്റെ കേൾക്ക് പറഞ്ഞൊരു കാര്യമാണ്, ഞാനത് കേട്ടതുമാണ്. നമ്മുടെ പറയാൻ പാടുണ്ടോയെന്ന് എനിക്കറിയില്ല. പൃഥ്വിരാജ് ഇന്ദ്രജിത്ത് രണ്ടുപേരും ഈ ചേട്ടന്മാരെന്ന് വിളിച്ച സാറുമാർ അവരുടെ മക്കളെക്കുറിച്ച് പറയുമ്പോൾ ഇന്ദ്രജിത്തിൻ്റെ മക്കളെ പറയുകയാണെങ്കിൽ ഒരു ചേച്ചി ഇരുന്ന് പറഞ്ഞാൽ ഞാൻ കേട്ടതാ. ആ ചേച്ചി പറയണ പോലെ അത്യാവശ്യം നിറക്കമുള്ള ചേച്ചിയാണ്. അപ്പോൾ പറയുന്നതാണ്, ഇതാണ് പൃഥ്വിരാജിൻ്റെ മോളെ കണ്ടപ്പോൾ പറഞ്ഞു, എന്താണ് ഈ കൊച്ചു കൊള്ളാലെ കാണാൻ, മറ്റവക്കടെ പിള്ളേരെക്കാളും നല്ലതാ മറ്റവൾക്കടെ. ആരുടെ? ഇന്ദ്രജിത്തിൻ്റെയും പൂർണിമ ചേച്ചിയുടെയും മക്കളെക്കാളും നല്ലതാണ് പൃഥ്വിരാജിൻ്റെ മക്കളെന്ന്. അതെന്തുകൊണ്ടാണ്? കുറച്ചും കൂടെ നിറമുള്ളതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലാണ്. നിറമുള്ളതുകൊണ്ടാണ്. അവരുടെ മക്കളെക്കാളും കൊള്ളാം, ഈ അവരുടെ മക്കളെക്കാളും ഭേദമാണ് എന്നൊക്കെ ഇങ്ങനെ ഇരുന്നുകൊണ്ട് പറയുകയാണ് കളറിൽ. അപ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പൂർണിമയുടെ നിറമാണ്, പൂർണിമ ചേച്ചീനെ മറ്റേ പെണ്ണിന് നിറമുണ്ട്, സുപ്രിയയ്ക്ക് നിറമുണ്ട്, പൂർണിമ ചേച്ചിയുടെ കളറാണ്. എന്നെ പറയണ ഒരാളുടെ കളറിലല്ല, പൂർണിമ ചേച്ചീനെയും സുപ്രിയനെയും കാണാനായിട്ട് വളരെ നല്ലത് തന്നെയാണ്. പൂർണിമ ചേച്ചിയുടെ ഭംഗി വളരെ ക്യൂട്ടായിട്ട് വളരെ ബോഡി മെയിൻറ്റെയിൻ ചെയ്ത് എത്ര ലേഡീസിന് ഇൻസ്പിറേഷനാണ് പൂർണിമ ചേച്ചി. അപ്പോൾ അതുപോലെ തന്നെ സുപ്രിയയെ അതിന് നിറം കൂടുതലുള്ളതുകൊണ്ട് സുപ്രിയയുടെ കുട്ടി നല്ലതാണ്, സുപ്രിയയുടെ കളർ കിട്ടി എന്നൊക്കെ പറഞ്ഞ് ഇരുന്നുണ്ട്. ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങൾ പറയാം. നമ്മളത് അതിപ്പോൾ സത്യഭാമ പറയുന്ന പോലെ പബ്ലിക്കിൽ വന്ന് വലിച്ചു കീറി കറുപ്പ്, കാക്കയുടെ നിറം കറുപ്പ്, അവനെ കൊള്ളൂല, അവനെ കണ്ടാലൊരു ഭംഗിയില്ല, അങ്ങനെയല്ല പറയുന്നത്. അവരവരുടെ ഒപ്പീനിയൻ പറയുന്നു. പക്ഷെ ആ ചിന്താഗതിയാണ് ഞാൻ ആലോചിക്കുന്നത്. ഇപ്പോൾ ഇന്ദ്രജിത്ത് പൂർണിമേച്ചിനെ കാണാൻ എന്തൊരു ഭംഗിയാണ്. പൂർണിമേച്ചി കറുത്തതല്ലല്ലോ. ഈ കറുത്തതായ കുറ്റം എന്നല്ല ഞാൻ പറയണത്, ഇവർ പറയുന്ന പോലെ കരിക്കട്ട എന്ന് പറയും. ഇപ്പോൾ കറുക്കട്ട നിറമാണെങ്കിൽ അവരെയും കാണാൻ അവരുടേതായ ഭംഗിയുണ്ട്. ചിലപ്പോൾ ഒരു വെളുത്ത വ്യക്തിയെക്കാളും എത്രയും കൂടുതൽ, ഞാൻ വെറുതെ പറഞ്ഞതല്ല, ഞാനും കറുത്ത ഒരു വ്യക്തിയാണ്, വളരെ കറുത്തൊരു വ്യക്തിയാണ് ഞാനും. ഒരു വെളുത്ത വ്യക്തിയെക്കാളും കരിക്കട്ട പോലെ കറുപ്പുള്ള ഒരു വ്യക്തിക്ക് ഭംഗിയുണ്ടായി ഞാൻ ഇഷ്ടം പോലെ കണ്ടിട്ടുമുണ്ട്. അപ്പോൾ എന്താ പറയുക, എനിക്കൊന്നും അങ്ങനെയൊന്നും പറയാൻ പറ്റിയ ഇത്ര ഭംഗിയോ പുറമേയുള്ള അട്രാക്ഷനോ ഒന്നും ഇല്ലാത്തൊരു വ്യക്തിയാണ്. പക്ഷേ നമുക്ക് കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞത് അതിൻ്റേതായ സെൻസിൽ തന്നെ ആര് കേട്ടാലും മനസ്സിലാക്കണം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ കേക്ക് വെച്ച് അങ്ങനെ പലരും പല രീതിയിൽ പല സ്ഥലത്ത് വെച്ചിട്ട് പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. പൂർണിമേശ്വര കാര്യം മാത്രമല്ല പലരുടെയും കാര്യങ്ങൾ ഇങ്ങനെയാണ് അങ്ങനെയാണ്. അവളുടെ നിറമാണ്, അച്ഛനെ കാണാൻ നല്ലതാണ്, അമ്മ കരിക്കട്ട പോലെയല്ലേ ഇരിക്കണേ, അമ്മയുടെ നിറം കിട്ടിയ മോക്ക് അമ്മയുടെ നിറവും മോൻ അച്ഛൻ്റെ നിറവും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ എപ്പോഴും പറയാം. അല്ലെ അച്ഛൻ കറുത്ത, അങ്ങനെ ഒരു വളരെ മോശമായി കറുപ്പിനെ ചിത്രീകരിച്ച് പറയുന്നുണ്ട്. ഞാൻ പറയട്ടെ, ഇപ്പോൾ ഞാനിപ്പോൾ കറുത്തിരിക്കുന്നു, പക്ഷെ എൻ്റെ ആഗ്രഹം കുറച്ചും കൂടെ ബ്രൈറ്റായി മുഖം ഇടുന്നാൽ നല്ലതായിരിക്കും. ഒരു ഫോട്ടോ ഒക്കെ എടുക്കും, എൻ്റെ ചിറ്റയുടെ മോളുടെ കല്യാണം വരുന്നത്, ഒരു ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ ഭംഗിയായി മുഖത്ത് കുറച്ചുകൂടെ കളർ വെക്കണം. ഞാൻ ഈ കടലമാവൊക്കെ മുഖത്തിടുന്നുണ്ട്. അത് ന്യായമായ ഓരോ വ്യക്തികളുടെ പേഴ്സണലായിട്ടുള്ള ഇഷ്ടങ്ങളാണ്, അല്ലേ? അത് ഒരിക്കലും ഇങ്ങനെ ഈ പ്രതികരിക്കുന്നതെന്ന് പറഞ്ഞത് ചെയ്യാതിരിക്കണം എന്നില്ല. നിറം വെക്കണം എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമാണ്. അത് എൻ്റെ മറ്റുള്ളവർ ഉപദ്രവിക്കാത്ത എൻ്റെ ഒരു ഇഷ്ടമാണത്. പക്ഷേ നീ കറുത്തല്ലേടി കാണാവുള്ള, നീ ഡാൻസ് ഒന്നും പഠിച്ചിട്ട് കാര്യമില്ല, നിന്നെ പുറകിലെടുത്തോളൂ, കാക്കേനെ പോലെ ഇരിക്കണേ എന്ന് എന്നെ ആരെങ്കിലും പറഞ്ഞാൽ ഞാൻ റിയാക്ട് ചെയ്യുമോ ഇല്ലയോ? അത് പറ. ആ പറയുന്ന രീതി മറ്റുള്ളവരുടെ നിറത്തിനെയോ അവരുടെ സാഹചര്യത്തെയോ ദാരിദ്ര്യത്തെയോ ജാതി കുല വർഗവർണ്ണ ഇതിനെല്ലാത്തിനെയും എതിരെ എനിക്കുണ്ട്, നിനക്കില്ല, അങ്ങനെ പറഞ്ഞ് കളിയാക്കാൻ ആർക്കും അവകാശമില്ല. ആ ഒരു കളിയാക്കലിനെ കുറിച്ച് മാത്രമാണ് സത്യഭാമയ്ക്ക് എതിരെ കിട്ടിയ. സത്യഭാമ പറഞ്ഞതിൽ നിന്നും കുറേ സത്യങ്ങളും വെളിവായിട്ടുണ്ട്. അതായത് ഈ കളറുള്ള കുട്ടികളെയാണ് മുന്നിട്ട് നിർത്തി മാർക്കിടുന്നതെന്നുള്ള ഒരു കാര്യം അവിടെ വെളിപ്പെടുകയും ചെയ്തു. സ്വാഭാവികമായിട്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണത്, എങ്കിൽ പോലും അത് വെളിപ്പെട്ടു. അതുപോലെ തന്നെ എന്താ പറയുക, പക്ഷേ അവർ പറഞ്ഞ മറ്റേ കാര്യങ്ങൾ ഒരുപാട് മോശപ്പെടുത്തി, കറുപ്പെന്നുള്ള കളറിനെ വളരെ താഴ്ത്തിക്കെട്ടി അവർ പറഞ്ഞു. അപ്പോൾ ആ പറഞ്ഞതിനെയാണ്, അവർ പറഞ്ഞ രീതിക്കുമാണ് ഈ പറയുന്നത് എല്ലാവരും വിമർശിച്ചത്. പക്ഷേ ഈ ഒരുപാട് പേര് കുറ്റം പറയുന്നുണ്ടെങ്കിൽ അവരൊന്നും ഇങ്ങനെ വളരെ ആക്ഷേപിച്ച് പറഞ്ഞിട്ടില്ല. ആ പറയുന്ന സ്റ്റൈല് ഇപ്പം അപ്പോൾ പറയണ ഒരു കൂട്ടുകാരൻ, ഇപ്പം ഞാൻ പണക്കാരിയാണ്, എൻ്റെ കൂട്ടുകാരി പണക്കാരിയല്ല, ഞാൻ പറയണേടാ നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ,
എനിക്ക് എൻ്റെ അച്ഛൻ അങ്ങനെ എനിക്ക് ഇത്തിരി പൈസയൊക്കെ ഉണ്ട്, എൻ്റെ കാര്യങ്ങളൊക്കെ എൻ്റെ ഹസ്ബൻഡ് ചെയ്ത് തരിക, അല്ലെങ്കിൽ എനിക്ക് ഇത്തിരി പൈസയൊക്കെ ഉണ്ട് എന്ന് പറയാണ്. നീ അതെടുത്തോടാ, നിനക്ക് ആ കളറ് എടാ എനിക്ക് ഈ കളറുള്ളതുകൊണ്ട് എനിക്ക് ഈ ഡ്രസ്സ് ചേരും, നിനക്ക് ആ കളർ എടുത്താൽ ചിലപ്പോൾ നിൻ്റെ കളറ് ഡൗൺ ആണ്, എനിക്ക് ചേരില്ല. പറയേണ്ടത് ഒരു മര്യാദയാണ്. അങ്ങനെ പറയുന്നത് ശരിയായിരിക്കാം. പക്ഷെ മനഃപൂർവ്വം ചിലവർ കളറിനെ വളരെ മോശപ്പെടുത്താൻ വേണ്ടി ഇങ്ങനെ പറയാറുണ്ട്. അതായത് ഇപ്പം എനിക്കൊക്കെ കളറുണ്ട്, നിനക്കാന്നൊരുത്ത ചേരില്ല, നീ അതാ പറയേണ്ട രീതി. ആ രീതിയൊക്കെയാണ് അവർക്ക്. ആ സത്യഭാമയ്ക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളതല്ല, അവരുടെ പറയുന്ന ആ ഒരു വേ ഓഫ് ടോക്കിംഗ്, ആ രീതിക്കാണ് അവർക്ക് അവിടെ പണി കിട്ടിയത്. അപ്പോൾ അത്രേ ഉള്ളൂ, അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അല്ലാതെ സത്യഭാമ എന്ന് പറയുന്ന വ്യക്തി മാത്രമല്ല ഭൂമിയിൽ ഈ കറുപ്പിനെ വിവേചനം കാട്ടിയിട്ടുള്ളത്. പക്ഷെ സത്യഭാമ പബ്ലിക്കായിട്ട് പറഞ്ഞ് നാവിൽ നിന്ന് വന്ന് കിട്ടിയ നാവിൽ നിന്ന് വന്ന് പൊങ്കാല കിട്ടി ആ ഒരു പോണ്ട വലിയ കാര്യം ഉണ്ടായോ? അവരുടെ മനോഗതി പോലത്തെ ഒരുപാട് മനോഗതിയുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കൊരു പ്രതിനിധിയായിട്ടാണ് സത്യഭാമ വന്ന് സംസാരിച്ചത്. അപ്പോൾ അങ്ങനെ ഒരുപാട് പേര് ഉള്ളിൽ മറിഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ സത്യഭാമ പറയേണ്ട ആവശ്യമില്ലായിരുന്നു. അത് അവർ പറഞ്ഞപ്പോൾ അതിനുള്ള മറുപടി എല്ലാവരും കൊടുത്തതേ ഉള്ളൂ. ഓക്കെ, നമുക്ക് ഒരാളെയും അയാളുടെ നിറത്തിനെയോ സമ്പത്തിനെയോ ഒന്നിനെയും ചൊല്ലി നമുക്ക് ആരെയും കളിയാക്കാനുള്ള ഒരവകാശം ആരും ഇന്ത്യൻ ഭരണഘടന അതിന് അനുവാദം തന്നിട്ടില്ല. അത്രേ ഉള്ളൂ. അത് പറയേണ്ട രീതിക്ക് പറയാം, പറയേണ്ട രീതികളുണ്ട്, അതിന് പറയാം. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായി, ഞാൻ പറയുന്നത് മനസ്സിലായി എന്ന് കരുതുന്നു. താങ്ക് യു.